എല്ലടോ, കുറെ ദിവസമായിട്ട് നമ്മളെ ശശികല മേഡത്തിനെ കാണാനില്ലാതിരിക്കുക. ഇപ്പോഴാണ് കണ്ടു കിട്ടിയത് കേട്ടോ. ക്രിസ്ത്യൻസിന് നേരെയുള്ള ചാട്ടം, മുസ്ലിങ്ങളുടെ നേരെയുള്ള ചാട്ടം, അതിനുശേഷം വേടന് നേരെയുള്ള ചാട്ടം, ഇപ്പൊ ഇതാ നന്ദഗോവിന്ദം ഭജൻസിനെതിരെയാണ് ചാട്ടം. അതായത് ചിക്കൻ മസാല നല്ലതാണ്, പക്ഷെ പായസത്തിൽ ഇടരുത് എന്നുള്ളത്. ബുദ്ധിയുള്ള ആളുകളാണല്ലോ ഇവിടെ ഉള്ളത്. ആരും ചെയ്യില്ലല്ലോ ചേച്ചി. പക്ഷെ എന്തിനാണ് അങ്ങനെ ഒരു ഉദാഹരണം? ഓ, ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചതില് നന്ദഗോവിന്ദം അവർക്കെതിരെയാണല്ലേ. എന്തായാലും നമുക്ക് ആദ്യം ഇവരെന്താണ് അവിടെ പാടിയത്, എന്തിനാണ് പാടിയത് എന്ന് ആദ്യം കേൾക്കാം. എന്നതിന് ശേഷം നമുക്ക് ശശികലയിലേക്ക് കണ്ട് കയറാം. ഈ പരദേവനവോ നമുക്ക് ഇവിടെ നമ്മൾ തൊട്ടടുത്താണ് നമ്മളുടെ ഇവിടുത്തെ ചർച്ച, നമ്മുടെ പള്ളി വളരെ ക്ലോസ് ആണ്, കാണുമ്പോഴത്തേനും അറിയാം. അവര് പറഞ്ഞു എന്ത് സൗകര്യം വേണം, വേണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ഇവിടെ വേണം ചെയ്തോളൂ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗുണം ഭയങ്കര ഹാർമണിയാണ്. ഞാൻ LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ എന്റെ കുറെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട് ദേശവിളക്ക്. ഇപ്പൊ ദേശവിളക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പൊ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെയൊക്കെ സിസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും, ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ? പിന്നെ അല്ല, അവിടെയുള്ള ഒരു മനുഷ്യൻ പോലും എതിർത്തില്ല. എല്ലാവരും ആസ്വദിച്ചു, എല്ലാവരും കൈയടിച്ചു, എല്ലാവരും അതിൽ പങ്കുചേർന്നു എന്നുള്ളതാണ്. എന്തിനാടാ ഈ ഒരു വേർതിരിവുകൾ? കമന്റ് ബോക്സിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്താ അറിയോ? ഹരിവരാസനം അത് ആരാണ് പാടിയതെന്ന് അറിയുമോ? ഇതൊക്കെ വിഷകലക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈ വിഷകല ഇനി ഏതോ കാലഘട്ടം മുതൽ ഈ ക്രിസ്ത്യൻസിനെതിരെയാണെന്നുള്ളതാണ്, കാലങ്ങളായിട്ട്. അതുകൂടാതെ മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ളതാണ്. എവിടുന്നാടാ ഇതൊക്കെ പൊട്ടിമുളച്ച് വരുന്നേ അല്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഈ ഇന്ത്യയിലെ, ഈ കേരളത്തിലെ എല്ലാ ഹിന്ദുക്കളുടെയും അട്ടിപ്പേർ അവകാശം ഒന്നും RSSകാരും BJPക്കാരും വന്ന് ഏറ്റെടുക്കണ്ട കേട്ടാ. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കാര്യം നോക്കാം. പിന്നെ എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കുന്ന BJPയുടെ ആ ഒരു കുതന്ത്രം ഉണ്ടല്ലോ, അതും ഇവിടെ വില പോവില്ല. ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് BJPക്കാർ RSSകാരാണെന്നുള്ളതാണ്. അമ്പലപ്പറമ്പിൽ ഗാനമേളകളിൽ എല്ലാതരം പാട്ടുകളും പാടാറുണ്ട് അല്ലെ? ഇനി ഭക്തിഗാനമേള പോലത്തെ പരിപാടിയാണ്, അപ്പൊ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവര് പറഞ്ഞ വാക്കുകൾ കേട്ടാ, അവിടെയുള്ള ആ ചർച്ചിലെ മൈതാനത്ത് വെച്ച് വേണമെങ്കിൽ പ്രോഗ്രാം നടത്താൻ അവര് പെർമിഷൻ തന്നിരിക്കുകയാണ്. അവിടെ ഏത് പാട്ടും പാടാം, ഒരു പ്രശ്നം ആരും ഉണ്ടാക്കൂല എന്നുള്ളത്. ആ പാർക്കിംഗ് ഏരിയ വിട്ടുകൊടുക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വന്ന എന്റെ ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കണം. 2014 മുന്നേ ഇങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഒരുപോലെയായിരുന്നു. ഇപ്പറ്റക്കണ്ട് കേറി വന്നപ്പോഴാ. നമുക്ക് ആ പാട്ട് ഒന്ന് കേൾക്കാം. എല്ലാവരും അത് ആസ്വദിച്ചു. പക്ഷെ വിഷകല മാത്രം അത് ഏത് രീതിയിലാണ് ആസ്വദിച്ചത് എന്ന് കേൾപ്പിക്കാം. നമ്മുടെ മക്കൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ശരികേടുണ്ടെങ്കിൽ നമ്മൾ അത് തുറന്നു പറയും, തിരുത്താൻ ശ്രമിക്കും. അത് അവരെ തളർത്താനല്ല, തകർക്കാനല്ല, അവർ ശരികളുമായി മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയാണ്. എന്റെ പൊന്നു ചാച്ചി, നിങ്ങൾ മക്കളായിട്ടൊന്നും അവരെ കാണണ്ട, വിഷം അവിടെ ചൊരിയാൻ നിൽക്കണ്ട. അവര് മനുഷ്യന്മാരാ, അതുകൊണ്ടാ ചേച്ചിയെ. പാപികളെ എന്ന അഭിസംബോധനയോടെ അമ്പലപ്പറമ്പിൽ സുവിശേഷം പറയുന്ന നാളുകൾ ഉണ്ടായിരുന്നു. ആ പാപികൾ സംഘികൾ മാത്രമായിരുന്നില്ല, എല്ലാ ഹിന്ദുക്കളും അതിൽ പെട്ടിരുന്നു. അവർ നരകം വിധിച്ചിരുന്നതും എല്ലാ ഹിന്ദുക്കൾക്കും കൂടിയായിരുന്നു. അപ്പിടിയാ, ഓ ശരി, ഞങ്ങൾ വിശ്വസിച്ച് ഒന്നേ പറയുന്നുള്ളൂ എന്റെ പൊന്നു ചാച്ചി, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പൊക്കോളൂ. എന്തിനാ മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ ഇടപെടുന്നെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ എന്റെ മതം,
ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനും അവകാശമുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്ത്. ഭരണഘടന എടുത്തു നോക്കണം, അത് ആദ്യം മനസ്സിലാക്കുക. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങൾ എടുത്തിട്ടത് മനസ്സിലാവുന്നില്ല. ഭഗവാൻ കാലുമാറുന്നു, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നാടകങ്ങൾ വിശ്വാസിയുടെ പോക്കറ്റ് കാലിയാക്കിയിരുന്ന നാളുകൾ, അതിനെയൊക്കെ അതിജീവിച്ചാണ് നാം ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് എത്തിയിട്ടുള്ളത്. സംഘികൾ പിന്നെ ഷൂ നക്കിയിട്ട് എത്തിയതാണല്ലോ. അപ്പൊ പിന്നെ അതിവിടെ പറയേണ്ട കാര്യമല്ല എന്റെ പൊന്നു ചാച്ചി. അതിലേക്കൊരു തിരിച്ചുപോക്ക് ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ശരികേട് ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നൊന്നും മനസ്സിലായില്ല ചാച്ചി, മനസ്സിലായില്ല. പട്ടാമ്പി അലക്സ് തിയേറ്ററിൽ പോയി സിനിമ കണ്ടിരുന്ന കുട്ടിക്കാലത്ത് സിനിമ തുടങ്ങും മുമ്പേ വെച്ചിരുന്ന പ്രാർത്ഥനാ ഗീതത്തിന്റെ ടൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വാക്കുകൾ കൃത്യമായി ഓർമ്മയില്ല, ടൂൺ അറിയാം. വിശുദ്ധനായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നായിരുന്നു ആ പ്രാർത്ഥന. അത് അലക്സിൽ വെച്ചു കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എന്റെ അമ്പലത്തിൽ അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ആഗ്രഹിച്ചാൽ മതി, ഞങ്ങൾക്ക് ഏത് പാട്ടാണെങ്കിലും കുഴപ്പമില്ല. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്. സൗണ്ട് ഡ്രൈ ആയിരിക്കണായിരുന്നു, അല്ലെങ്കിൽ യേശുദാസിനെ പോലെ പാടിയനെ, വെറുതെ പറഞ്ഞേട്ടാ. ഓക്കെ, അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ കേട്ടാ മതി, ഞങ്ങൾ കേൾക്കും. കടുപിടു കടുപിടു എന്ന താളത്തിൽ ചൊല്ലുന്ന മാപ്പിളപ്പാട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. യുവജനോത്സവങ്ങളിൽ മാപ്പിളപ്പാട്ടിന്റെ ഒപ്പനയുടെ ഒക്കെ ഒരു നല്ല ആസ്വാദകയായിരുന്നു ഞാൻ. പക്ഷെ അതൊന്നും അമ്പലപ്പറമ്പിൽ വേണ്ട എന്ന് തന്നെയാണ് അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളൊന്നും നോക്കുന്നില്ല. ഇവിടെ കണ്ണൂരൊക്കെ ഈ അമ്പലപ്പറമ്പില് ഈ ദഫുമുട്ടിക്കളി, അതേപോലെ തന്നെ കോൽക്കളി, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു മതവികാരം വ്രണപ്പെടുന്നില്ല, സംഗീതാണ്. അതിനിപ്പോ എന്താ കുഴപ്പമുള്ളത്? ഞങ്ങൾ ഇഷ്ടമുള്ളടത്ത് പാടും, നിങ്ങൾ വേണമെങ്കിൽ കേട്ടാ മതി. കേട്ട പാട്ടുകളൊക്കെ മനോഹരമാണ്, കേൾക്കാൻ പോകുന്ന പാട്ടുകൾ അതിനേക്കാൾ മനോഹരമാകട്ടെ. നമ്മുടെ മക്കളല്ലേ, നമ്മുടെ വികാരം മനസ്സിലാക്കി ശരികേടുകൾ ശരിയാക്കി നമ്മുടെ പിന്തുണയോടെ തന്നെ അവർ ഉയരങ്ങളിൽ എത്തട്ടെ. നിന്റെ ഒന്നും പിന്തുണ എന്റെ പൊന്നു ചാച്ചി വേണ്ട. നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇവിടെ അതിന്റെ ആവശ്യമില്ല. വല്ല മുറുക്കം പാമ്പ് റീചാർജ് ചെയ്യാൻ വരും, കുറച്ച് വിഷം പകർന്നു കൊടുക്കുക, അത്രയൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, സ്വഭാവം ഈ കേരള മണ്ണിൽ തന്നെ ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങ് ഗുജറാത്തിലേക്ക് യു പിയിലേക്ക് വണ്ടി കയറുക, അവിടെ നിങ്ങൾ വാരിക്കോരി അങ്ങ് കേട്ടാ. ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ പാടട്ടെ. അവിടെയുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, സംഗീതം ആസ്വദിക്കാൻ വന്ന ആളുകളാണ്, അത് ആസ്വദിക്കുന്നു, അവര് പോകുന്നു. പ്രശ്നം മൊത്തം ഇവിടെയുള്ള സംഘികൾക്ക്. കുറെ കാലങ്ങളായി കേൾക്കുന്നു. വേടൻ പറഞ്ഞ വാക്കുകൾക്ക് എതിരെ പോലും ശബ്ദിച്ച കുറെ സംഘികളെ കേട്ടിട്ടില്ലേ? ഇവിടെ ജാതി പ്രശ്നം ഇല്ല എന്ന് പറയുന്നവന്റെ പേരിന്റെ തറ്റത്ത് ജാതിപ്പേര. എന്തുവാടേ? നിങ്ങളാണ് കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ സൂര്യനൊന്ന് അസ്തമിക്കണം, എന്നാലാണ് ഇരുട്ട്. നിങ്ങൾക്ക് കണ്ണടച്ചിരുട്ടാക്കണം. കൊള്ളാം ചേച്ചി, കണ്ണടച്ച് ഇരുട്ടാക്കിയ മൂലയിൽ എവിടെയെങ്കിലും പോയി ഇരി, അത്രേ പറയുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നമ്മൾ കേൾക്കൂലേ, പിന്നെന്താ സംശയമല്ലേ? അപ്പോ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന്, ദൈവമൊന്ന്.